നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ ഒരു പാൽക്കപ്പയാണ്. മൈ നെയിം ഈസ് ജോ, വെൽക്കം ടു മൈ ചാനൽ. പാൽക്കപ്പ തയ്യാറാക്കുവാനായി 1 കിലോ പച്ചക്കപ്പയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീനാക്കിയ കപ്പയിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കപ്പ മുങ്ങിക്കിടക്കുവാൻ തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കപ്പ നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കാം. 1-ാം പാലും 2-ാം പാലും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഡിസ്ക്രിപ്ഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് ചതച്ച് ചേർക്കുവാനായി 3 പച്ചമുളകും 5 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ കപ്പ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഊറ്റിയെടുത്ത കപ്പ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന 5 ചുവന്നുള്ളിയും 3 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കപ്പ നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കപ്പ നന്നായി കുറുകി വന്നിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. കപ്പ ചൂടായി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ കുറച്ചുകൂടി കുറുകി വരുന്നതാണ്. ഇനി താളിച്ച് ചേർക്കുവാനായി ഒരു പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന 3 ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോൺ വെജ് കറികളോടൊപ്പം നന്നായി യോജിക്കുന്ന ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.